പാമ്പിൻ്റെ തൊലി വെച്ചിട്ടുള്ള ഷൂ. ഒരു കഥയുണ്ട്, ഞാൻ ഹീൽസ് ഇട്ടിട്ട് ഒരു തവണ വീണൊരു കഥയുണ്ട്. ഫ്ലൂറസൻ പച്ച എന്ന് പറയില്ലേ, എൻ്റെ നിക്കാഹിന് ഞാൻ ഇട്ട ഹീൽസ്. ഇങ്ങനെ കുറച്ച് തിളക്കമൊക്കെ വരുന്ന നല്ല രസമല്ലേ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഹീൽസ് കളക്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു 4 to 5 ഇയേഴ്സത്തെ എൻ്റെ ഹീൽസ് കളക്ഷനാണ് ആക്ച്വലി. പക്ഷേ ഇതിൽ കുറച്ചൊക്കെ നാശമായി പോയത് ഒഴിവാക്കിയതുണ്ട്, പ്ലസ് കുറച്ച് നാട്ടിൽ പെട്ടുപോയിട്ടുണ്ട്. നാട്ടിലോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ ലഗേജ് ഇഷ്യൂസ് വരുന്നതുകൊണ്ട് അവിടെ ഇട്ടിട്ട് പോരും. അപ്പോൾ അങ്ങനെ കുറച്ച് ഹീൽസൊക്കെ അവിടെ പെട്ടു. എൻ്റെ ഒരു ഫേവറേറ്റ് ഹീൽ അവിടെ പെട്ടുപോയിട്ടുണ്ട്. അതെനിക്ക് ഞാനൊരു 4 ടൈംസൊക്കെ കഷ്ടിച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഒരു ബ്ലോക്ക് ഹീല് വരുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിങ്ങൾ എൻ്റെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നല്ല ഉണ്ടായിരുന്നു. ഏകദേശം എല്ലാ ഔട്ട്ഫിറ്റ്സിലേക്കും അത് ഓക്കെയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോയതായിരുന്നു, ഏത് ഔട്ട്ഫിറ്റിലേക്കും പെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അത് നാട്ടിൽ പെട്ടുപോയി ഗൈസ്. ഇങ്ങോട്ടേക്ക് തിരിച്ചെനിക്ക് എടുത്തിട്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ഹീൽസൊക്കെ അവിടെ പെട്ടുപോയതുണ്ട്. അപ്പോൾ ഇത് ഹീൽസ് കളക്ഷൻസ് മാത്രമാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. ഫ്ലാറ്റ്സും അതുപോലെ ഷൂസ് ഇതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ വേണമെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്യാം. ബിക്കോസ് ഇത് എല്ലാം കൂടെ മിക്സാക്കി കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി ആയി പോകും വീഡിയോ. അപ്പം നമുക്ക് ഓരോന്നായിട്ട് കാണാം. പിന്നെ കുറച്ച് ചളി പൊടിയെല്ലാം ഉണ്ടാവും, ചെരുപ്പല്ലേ പുറത്തിട്ടതല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ചെരുപ്പിൽ കാണാനുണ്ടാവും. അപ്പോൾ ഫസ്റ്റിൽ തന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഹീൽസാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ഫേവറേറ്റ് ആവാൻ മെയിനായിട്ടുള്ള കാര്യം ഇത് ബ്ലാക്ക് ഹീലാണ്. എനിക്ക് ബ്ലാക്ക് ഹീൽസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിൽ കുറച്ച് സ്റ്റോൺസ് ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഹീൽസാണ്. അപ്പോൾ ഐ വിൽ ഷോ യു ഗൈസ്. എന്ത് തുടങ്ങുമ്പോൾ നല്ലതെന്ന് തുടങ്ങണമെന്നല്ലേ. അപ്പോൾ ഇതാണ് ഹീൽസ്. ആസ് യു ക്യാൻ സീ ഇവിടെ ഒരു ബോയ് ഉണ്ട്. പിന്നെ ഒരു സ്പൂൾ ഹീൽസാന്ന് പറയാം. ഇവിടെ കുറച്ച് നാരോ ആയിട്ട് ഇവിടേക്ക് കുറച്ച് തിക്ക്, കുറച്ച് വിടുത്ത് വരുന്ന ഒരു ഹീൽസ്. ആൻഡ് ഇവിടെ സ്റ്റോൺസ് ഉണ്ട്. സോ ഒരു പാർട്ടി വെയറിൻ്റെ കൂടെ ഒക്കെ നമുക്ക് ചെയ്യാം. ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാർട്ട്, ഒരു ബോയ് ഒക്കെ ഉള്ളതുകൊണ്ട്. സി ആൻഡ് വേറെന്താ, അപ്പോൾ ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഹീൽസ്. ആൻഡ് ഇത് ഞാൻ ചിക്ക് പോയിൻ്റിൽ നിന്നാണ് മേടിച്ചത്. ചിക്ക് പോയിൻ്റിൽ നിന്ന് നിങ്ങൾ മേടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ഗൈസ് ക്യാൻ യൂസ് മൈ കൂപ്പൺ കോഡ് HEART10. അപ്പോൾ നിങ്ങൾക്ക് 13% ഓഫ് കിട്ടും. അപ്പോൾ അതെ, ചിക്ക് പോയിൻ്റിൽ നിന്ന് കുറേ ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. ചിക്ക് പോയിൻ്റിൽ ഞാൻ കുറേ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ ഉണ്ട് എൻ്റെ കയ്യിൽ. സോ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഷെയ്ഡിൽ വരുന്ന ഹീൽസാണ്. ഒരു നിയോൺ ഫ്ലൂറസൻ പച്ച എന്ന് പറയില്ലേ, ഇവിടെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ട് ഒരു ഭയങ്കര ഓവർ ഹീലില്ല. പക്ഷേ ഇത് ഇട്ടാൽ ശരിക്കും കുറച്ച് അൺകംഫർട്ടബിൾ തന്നെയാണ്. നമുക്ക് അത്ര കംഫർട്ടബിൾ ആവില്ല. ഭയങ്കര ഹൈ ഹീൽസ് അല്ല കേട്ടോ. ഒരു ആംഗിൾ സ്ട്രാപ്പ് തന്നെയാണ് വരുന്നത്. ഇതിങ്ങനെ ഇവിടെ നമുക്ക് കെട്ടാൻ പറ്റും. ആൻഡ് ഐ ബോട്ട് ദിസ് ഫ്രം സ്റ്റോൾക്ക്. നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. നാട്ടിൽ ഞാൻ മെയിനായിട്ട് ഹീൽസൊക്കെ വാങ്ങിക്കുന്ന ഒരു പേജ് ഉണ്ട്, സ്ട്രീറ്റ് സ്റ്റൈൽ സ്റ്റോക്ക് അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. അത് ആക്ച്വലി എൻ്റെ ഇത്താത്താൻ്റെ മക്കൾ വാങ്ങിക്കുമ്പോഴാണ് ഞാൻ ആ ഒരു പേജ് കാണുന്നത്. അതുവരെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, അത് ട്രസ്റ്റബിൾ പേജ് ആണോ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഇത്താത്താൻ്റെ മക്കൾ വാങ്ങിച്ചപ്പോൾ നല്ല ക്വാളിറ്റി ആൻഡ് ഓൾസോ പ്രോഡക്റ്റൊക്കെ കറക്റ്റ് ടൈമിൽ തന്നെ വന്നു. അപ്പോൾ അതിൽ ഞാൻ തപ്പി കണ്ടുപിടിച്ചു കുറേ ഹീൽസ്. അപ്പോൾ അങ്ങനെ ഞാൻ ഹീൽസ് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ലാസ്റ്റ് നാട്ടിൽ വിസിറ്റ് ചെയ്തപ്പോൾ വാങ്ങിച്ചതാണ്. അതിന് മുമ്പത്തെ ഇയർ പോയപ്പോഴൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 ഇയേഴ്സായിട്ട് ഇപ്പോൾ ഞാൻ അതിൽ നിന്ന് മേടിക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും നാട്ടിലൊക്കെ നല്ല ഹീൽസ് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും അതൊരു നല്ല പേജാണ്. ഇങ്ങനത്തെ കുറച്ച് ഫങ്കി ടൈപ്പായിട്ടുള്ള ഹീൽസും ഒക്കെ ഉണ്ടാവും. ആൻഡ് ഇത് ഞാൻ മേടിക്കാൻ കാരണം ഇതിൻ്റെ കളറാണ്. ഒരു ഭയങ്കര എന്താ പറയുക, കണ്ണ് മഞ്ഞളിക്കുന്ന കളറായിപ്പോയി. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഐ ബോട്ട് ഇറ്റ്. So next one is also from stock. ഇതും അതിൽ നിന്ന് മേടിച്ചതാണ്, ഒരു റെഡ്. ബട്ട് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കുറേ ടൈം നമുക്ക് ഇട്ട് നടക്കുക. ഹീൽ അത്ര ഭയങ്കര ഓവർ ഹീലിൻ്റെ പ്രശ്നമില്ല. പക്ഷേ ഈ ഒരു സാധനം നമ്മളെ കാലിൻ്റെ ഇവിടെ ഇങ്ങനെ തട്ടും. സോ നമുക്ക് കുറച്ച് പെയിനാണ്. അപ്പോൾ കൂടുതൽ ടൈം നമുക്ക് ഇട്ട് നിൽക്കാൻ പറ്റില്ല. ഞാനിത് മെയിനായിട്ട് ഫോട്ടോക്ക് മാത്രമേ ഇടാറുള്ളൂ. അതുകൊണ്ട് തന്നെ കുറേ നടക്കാണ്ടെങ്കിലൊന്നും ഞാൻ ഇങ്ങനത്തെ അതൊരു കാര്യം കേട്ടോ. കുറേ നടക്കാണ്ടെങ്കിൽ ഞാൻ ഹീല് ഇടേയില്ല. ഹീല് ചിലപ്പോൾ ഇനി ഇട്ടിട്ടുണ്ടെങ്കിലും ഞാൻ എക്സ്ട്രാ ഷൂവോ അല്ലെങ്കിൽ ഫ്ലാറ്റ്സോ എന്തെങ്കിലും കയ്യിൽ പിടിക്കും.
പിക്സിലൊക്കെ ചിലപ്പോൾ കളർ മാച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആവാൻ വേണ്ടിയിട്ട് ഹീൽസൊക്കെ ഇടും. സോ ഇത് ഞാൻ മേടിച്ചത് ബിക്കോസ് എൻ്റെ അടുത്ത് വേറെ റെഡ് ഷെയ്ഡായിട്ടുള്ള ഒരു ഹീൽസും ഉണ്ടായിരുന്നില്ല. ഹീൽസ് എന്നല്ല, വേറെ ഏത് ചെപ്പലും ഇല്ല. എനിക്ക് തോന്നുന്നു ഒരു ജുട്ടി മാത്രമാണ് എൻ്റെ അടുത്ത് റെഡ് കളറുള്ള. ബാക്കി ഇങ്ങനത്തെ ടൈപ്പിലൊന്നും ഇല്ല. അപ്പോൾ ഒരു കാഷ്വൽ ഒരു റെഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഐ ബോട്ട് ദിസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഒരു കിറ്റൻ ഹീൽ വരുന്ന കിറ്റൻ ഹീൽ, അതായത് ചെറിയ കുഞ്ഞ് ഹീല് ഒരു ചെപ്പലാണ്. അപ്പോൾ ഇത് ഞാൻ മാക്സിൽ നിന്ന് മേടിച്ചാണ്. മാക്സ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, മാക്സിൽ നിന്ന് മേടിച്ചതാണ്. നാട്ടിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. ഓഫറിൽ എന്തോ അന്ന് കണ്ടപ്പോൾ ഞാൻ മേടിച്ചാണ്. അപ്പോൾ അന്ന് ഓഫറിൽ 36, എൻ്റെ നോർമലി സൈസ് 36 ആണ്. അപ്പോൾ അന്ന് ഓഫറിൽ 36 അവൈലബിൾ അല്ല. എനിക്കാണെങ്കിൽ ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡ്, അത് നേവി ബ്ലൂ ഷെയ്ഡാണ്. പിക്കിൽ കുറച്ച് ബ്ലാക്ക് ആയിട്ട് വരുന്നുണ്ട്, അല്ല സോറി വീഡിയോയിൽ കുറച്ച് ബ്ലാക്ക് ആയിട്ട് വരുന്നുണ്ട്. ആക്ച്വലി ഇതൊരു നേവി ബ്ലൂ ഷെയ്ഡാണ്. അപ്പോൾ ഈ ഒരു ഷെയ്ഡിൽ എനിക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ ഇത് 35 മാത്രമാണ് അതിലുള്ളത്. പിന്നെ ഇതിലും കൂടിയ സൈസാണുള്ളത്. അപ്പം ഞാൻ ഈ 35 ഇട്ടപ്പോൾ കുറച്ച് ടൈറ്റാണ്, പക്ഷെ എന്നാലും ഞാൻ എടുത്തു. പക്ഷെ പിന്നീട് ഞാൻ മനസ്സിലാക്കി ഇതിട്ടിട്ട് കാലിൽ ഷൂ ബൈറ്റ് വരുന്നുണ്ടെന്ന്. അതായത് ബാക്കിലിങ്ങനെ കാലിൽ നമുക്ക് മുറിവ് വരുമല്ലോ ഇങ്ങനെ ടൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ, ടൈറ്റായിട്ടുള്ള ഷൂസ് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ ബാക്കിൽ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ഷൂ ബൈറ്റ് ഉണ്ടാക്കൂല. സോ ഇത് ഒട്ടിച്ചിട്ടാണ് ഞാനിത് യൂസ് ചെയ്യാറ്. ആദ്യം ഞാൻ ഇതിലിങ്ങനെ ഇവിടെ കുറച്ച് പാട് കണ്ടില്ലേ, ഇത് ഞാൻ ആദ്യം ഇങ്ങനത്തെ ഒരു ടൈപ്പ് ആയിരുന്നു ഒട്ടിച്ചത്. അതായത് ഇങ്ങനത്തെ ഒരു ടൈപ്പ്. ഇതും നല്ല കേട്ടോ. അത് ഒത്തിരി പഴകിയപ്പോൾ ഞാനത് എടുത്ത് കളഞ്ഞായിരുന്നു. ഇത് നമുക്ക് ഷൂവിൽ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ഇത് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഷൂ ബൈറ്റ് വരില്ല. ഓൾസോ അതേപോലെ ഒരു വേറൊരു സാധനം കൂടെ കാണിച്ചു തരാം. ഈ ഒരു 2 സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഷൂ ഭയങ്കര ഓവർ സൈസ്ഡ് ആയ പ്രശ്നം ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ എടുത്തിട്ട് ഭയങ്കര സൈസ് കൂടിപ്പോയി അങ്ങനെ പ്രശ്നം വന്നാൽ ഇത് അതിൻ്റെ മുന്നിൽ വെച്ച് കൊടുത്താൽ മതി. അതായത് കാണാത്ത ടൈപ്പ് ആണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ വെക്കാം. ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഇതേ, അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ അഡ്ജസ്റ്റ് ദ സൈസ്. അപ്പോൾ ഇത്ര മാത്രമേ ഇതാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഞാൻ വാങ്ങിച്ചത് ഷീനെന്നാണ്. അപ്പോൾ ഇങ്ങനത്തെ ഇത് വാങ്ങിച്ചാൽ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. കാരണം പലരും സൈസ് കൂടിപ്പോയിട്ട് നമ്മൾ യൂസ് ചെയ്യാതെ ചിലപ്പോൾ നമ്മൾ വെറുതെ മൂലയിലിടും. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വാങ്ങിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വലിയ റേറ്റ് ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൂസായിട്ടുള്ളതും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഈ ഒരു കുഷ്യൻ വെക്കുമ്പോൾ ഇപ്പോൾ ഈ ഷൂ ബൈറ്റിനുള്ള കുഷ്യൻ വെച്ചാൽ തന്നെ കുറച്ചൊന്ന് സൈസ് ഇതായി കിട്ടും. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ ഇതിൽ യൂസ് ചെയ്തപ്പോൾ ഇത് ഓൾറെഡി എനിക്ക് സൈസ് കുറവാണല്ലോ. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ കുറഞ്ഞു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുത് മേടിച്ചിട്ടാണ് ബാക്കിൽ ഇവിടെ വെച്ചത്. പക്ഷെ ആദ്യം ഞാൻ മറ്റേത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറിച്ചെടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു മാർക്ക് അവിടെ ഷൂവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണത്. ഇനി നെക്സ്റ്റ് വൺ പറയുവാണെങ്കിൽ ഇത് പറയാം. ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെ വരുന്ന സ്റ്റിലറ്റോ ആണിത്. ഇതിൽ അടിയിൽ ഇങ്ങനെ റെഡ് ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ തിളങ്ങുന്നേണ്ട ഭയങ്കര ഗ്ലിറ്ററി ആയിട്ടുള്ള ഒരു ഹീൽസ്. ദിസ് ഈസ് ഓൾസോ ഇത് ഞാൻ ഈദിൻ്റെ ടൈമിൽ ഞാനിതായിരുന്നു ഇട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ ഉണ്ടാവും. ഇതിങ്ങനെ ഭയങ്കര രാത്രി ഇതിട്ട് പോയ സെറ്റാണ്. ലൈക്ക് ലൈറ്റ്സിൽ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കും. പകൽ അത്ര തന്നെ അറിയില്ല, പക്ഷേ ലൈറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ നല്ല ഭംഗിയാണ്. ആൻഡ് ഇതൊരു തവണ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അന്ന് ഇതിന് യൂസ് ചെയ്തതാണ്. അപ്പം ആൻഡ് നെക്സ്റ്റ് വൺ ഒരു വൈറ്റും പിന്നെ ഒരു ഗ്രേഷ് ഷെയ്ഡും കൂടെ വരുന്ന ഇത് ഐ ബോട്ട് ഇറ്റ് ഫ്രം സെൻറ്റർ പോയിൻ്റ് എന്ന് വാങ്ങിച്ചാണ്. ഒരു ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ മേടിച്ചാണ്. അപ്പോൾ ഓഫറിൽ മേടിച്ചായതുകൊണ്ട് തന്നെ ഇതിലും സൈസ് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. സൈസ് എനിക്ക് ഇത് 37 ആണ് കിട്ടിയത്. അപ്പോൾ എൻ്റെ 36 അല്ലേ. അപ്പോൾ ഇത് കുറച്ച് ഓവർ സൈസ് ആയിപ്പോയി. അപ്പോൾ ഞാനിതിൻ്റെ ഉള്ളിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഷൂ ചെയ്യുന്ന സാധനമില്ലേ, അത് ഞാനിതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബ്ലാക്കാണിത്. അപ്പോൾ ഈ ഒരു സാധനം ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിന് അകത്തായതുകൊണ്ട് ആരും അറിയാനും പോകുന്നില്ല. ബട്ട് വി ക്യാൻ സ്റ്റിൽ യൂസ്. മറ്റേത് നമ്മൾ സൈസ് കൂടി അതുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇടുന്നതിന് പകരം
ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ. ഇത് വേറെ ഷൂവിന് വെക്കണമെങ്കിൽ വേറെയും വെക്കാം, റീയൂസബിൾ ആണ്. പക്ഷെ മറ്റേത് നമുക്ക് ആ കുഷൻ കാണിച്ചില്ലേ ഞാൻ, അത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് അത് സ്റ്റിക്ക് ചെയ്യുക. അപ്പോൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പറിക്കുമ്പോൾ അതിൽ കണ്ടില്ലേ ചെറുതായിട്ട് പാട് വരും. അപ്പോൾ പിന്നീട് നമുക്കതൊരു വേറെ ഹീൽസിലോട്ട് അത് വെക്കാൻ പറ്റൂല. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ട് വെക്കാം. പക്ഷേ ഇത് ഈ ഷൂ ബൈറ്റിന് ഹെൽപ്പ് ചെയ്യൂല, ഷൂ ബൈറ്റിന് മറ്റേ സാധനം തന്നെ വെക്കണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വൺ, എൻ്റെ ഫേവറേറ്റ് ആണ് ഇതും. വൈറ്റിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹീൽസാണ്, ഒരു സ്ക്വയർ ഹീൽസാണ് വരുന്നത്. ഇത് അങ്ങനെ ഭയങ്കര ഹീലില്ലാത്തതുകൊണ്ട് തന്നെ അത്ര തന്നെ അൺകംഫർട്ടബിൾ അല്ല. ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേ ടൈമൊക്കെ ഇത് ഇട്ടിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. മറ്റേത് അത്രയും ലെങ്ത്ത് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ കാല് വേദന എടുക്കാൻ തുടങ്ങും. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഹീൽസാണ്. ഒരു ആംഗിൾ സ്ട്രാപ്പ് അല്ല, ആക്ച്വലി ആംഗിളിലൊരു പേൾസ് ആണ് വരുന്നത്. ആൻഡ് വി ക്യാൻ ടൈ അക്കോർഡിംഗ് ടു അവർ സൈസ്. ഈ ബോ നമുക്ക് അയച്ചിട്ട് നമ്മൾ സൈസിനനുസരിച്ചിട്ട് നമുക്ക് ടൈ ചെയ്യാം. ആൻഡ് ഓൾസോ ഇവിടെ കുറച്ച് പേൾസ് ഒക്കെ വരുന്നുണ്ട്. ആൻഡ് ദിസ് ഐ ബോട്ട് ഫ്രം ഷീൻ, ഇത് ഷീനിന്ന് മേടിച്ചതാണ്. ആൻഡ് ഓവറോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം, വൈറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണിത്. അപ്പോൾ നെക്സ്റ്റ് വൺ, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഓൾറെഡി ട്രെൻഡിയോളിൽ മേടിച്ചെന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, യൂസ് ചെയ്യാൻ ഇതുവരെ അതിലോട്ടൊരു ഔട്ട്ഫിറ്റ് എനിക്ക് സെറ്റായിട്ടില്ല, അപ്പോൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ പറയണ്ടല്ലോ. ഒരു പ്ലാറ്റിനം ഷെയ്ഡിൽ വരുന്ന ഒരു ഡിഫറെൻറ്റ് കളറാണ്, ഒരു ഗ്ലോ ഉള്ള ഒരു ഷെയ്ഡ് ആയതുകൊണ്ട് ഞാൻ മേടിച്ചതാണ്. ഈ ഒരു ഷെയ്ഡ് എൻ്റെ അടുത്ത്, ഈ ഒരു കളർ എൻ്റെ അടുത്ത് ഇല്ല, അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. ഇവിടെ കുറച്ച് സ്റ്റോൺസ് ഒക്കെ വരുന്നുണ്ട്, ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വയറെല്ലാം വെച്ചിട്ട്. ആൻഡ് ആംഗിൾ സ്ട്രാപ്പാണ്, ഒരു സ്റ്റിലറ്റോ. സോ യാ, അടുത്ത് നോക്കാം. അതെ, അടുത്തതൊരു ബ്ലാക്കിൽ വരുന്ന ഹീൽസാണ്. ഇതിനെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത് ഐ ബോട്ട് ഫ്രം ചിക്ക് പോയിൻറ്റിൽ തന്നെയാണ് മേടിച്ചത്. ഇത് വല്ലാണ്ട് യൂസ് ചെയ്തിട്ടില്ല ബിക്കോസ് ഇത് എനിക്ക് കുറച്ച് സൈസ്, ഞാൻ കറക്റ്റ് സൈസ് തന്നെയാണ് മേടിച്ചത്, പക്ഷേ സ്റ്റിൽ എനിക്ക് ഇത് കുറച്ച് ലൂസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ അത്ര തന്നെ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇത് ആക്ച്വലി ഒരു സ്പൂൾ ഹീലാണ്. സ്പൂൾ എന്ന് പറയുമ്പോൾ ഇവിടെ നാരോ, ഇവിടെ കുറച്ച് വിടുത്ത് വരും. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ആൻഡ് ഇത് ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും അത്ര അൺകംഫർട്ടബിൾ അല്ല ബിക്കോസ് ഇവിടെ ഒരു വിടുത്തുള്ളതുകൊണ്ട് തന്നെ അത്ര തന്നെ നമുക്കിങ്ങനെ ഒരു ബാലൻസ് കിട്ടാത്ത പ്രശ്നം കാര്യങ്ങൾ വരില്ല. സോ ഇറ്റ്സ് ഓവറോൾ നൈസ്. ആൻഡ് ഇവിടെ ഒരു വൈറ്റ് ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ് ഇവിടെ ട്രാൻസ്പെറൻറ്റ്, ഇതിൻ്റെ തന്നെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള വേറെ ഒരെണ്ണം കൂടെ എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ കാണിക്കാം. പക്ഷേ അതിൽ ഈ ഫ്ലവേഴ്സ് ഒന്നും വരുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് one, let's go for this yellow, ഒരു mustard yellow shade. And this one also I bought from Stalk, നാട്ടിൽ നിന്ന് മേടിച്ചാണ്. ഒരു ബ്ലോക്ക് ഹീൽസ് ആണ് വരുന്നത്. ആൻഡ് ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഫ്രിൽസ് പോലെ സംഭവമൊക്കെ ഉണ്ട്. ആൻഡ് മസ്റ്റാർഡ് യെല്ലോ കളർ. ഈ ഒരു കളറിൽ എൻ്റെ അടുത്ത് ഹീൽസ് ഉണ്ടായിരുന്നില്ല. സോ ലാസ്റ്റ് നാട്ടിൽ പോയപ്പോൾ മേടിച്ചാണ്. ആംഗിൾ സ്ട്രാപ്പ് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ കുറച്ച് ഹോൾസ് ഒക്കെ വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് നമ്മുടെ സൈസിനനുസരിച്ചിട്ട് വയ്ക്കാം. ആൻഡ് എൻ്റെ ഒരു ഫേവറേറ്റ് എന്നൊന്നും പറയാനില്ല, ഈ കളറൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട കളേഴ്സ് അല്ല. പിന്നെ ഔട്ട്ഫിറ്റിലോട്ട് നമ്മൾ കറക്റ്റ് മാച്ച് ആക്കിയിട്ട് ഇടുന്നു. കുറച്ച് ചളിയെല്ലാം ഉണ്ട് ഇവിടെ, കാലിൻ്റെ എല്ലാം പാട്. ഓക്കേ, സോ ഇനി അടുത്തത് ദിസ് ഈസ് സംതിങ് സ്പെഷ്യൽ ഗൈസ്. പാമ്പിൻ്റെ തൊലി വെച്ചിട്ടുള്ള ഷൂ. ഇത് ആക്ച്വലി സ്നേക്സിൻ്റെ സ്കിന്നാണ്, പക്ഷേ റിയലൊന്നും അല്ല എന്നാണ് എൻ്റെ ഒരു ഇത്. എനിക്കറിയില്ല, നിങ്ങൾക്കറിയുമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കമൻറ്റ് ബിലോ. എനിക്കറിയില്ല കേട്ടോ, ഇനി അതൊക്കെ ചോദിച്ചിട്ട് തന്നെ മെസ്സേജ് അയച്ചാൽ എനിക്കറിയില്ല റിയലാണോ ഫേക്കാണോ എന്ന്. എനിവേ ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറയട്ടെ. ഇത് രാത്രിയില്ലേ പച്ച കളർ ലൈറ്റ് കത്തും. നമ്മൾ ഈ ഒരു പണ്ട് നമ്മൾ വീട്ടിലൊക്കെ സീലിങ്ങിലൊക്കെ നമ്മൾ സ്റ്റാർസിൻ്റെ ലൈറ്റ് കത്തുന്ന സാധനം മേടിച്ച് വെക്കുമല്ലോ, ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ പച്ച കളറിൽ ഇങ്ങനെ കത്തി നിൽക്കുന്നത്, അതുപോലെ ഇത് കത്തും. അതാണ് എന്നെ എന്താ പറയുക അന്തം പിടിപ്പിച്ചൊരു കാര്യം. ബിക്കോസ് ഞാനിത് വാങ്ങിക്കുന്ന ടൈമിൽ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഇത്. ഞാനിത് കണ്ടു, ഓക്കെ കുഴപ്പമില്ല, രസമുണ്ട്, മേടിക്കാം.
ഒരു സ്നേക്കിൻ്റെ പാറ്റേൺ കാര്യങ്ങളൊക്കെ. സോ മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ച് അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഇത് സെൻട്രൽ പോയിൻ്റിൽ നിന്നാണ് മേടിച്ചത് കേട്ടോ. സെൻട്രൽ പോയിൻ്റിൽ നിന്നാണ് മേടിക്കുന്നത്, ഷൂ മാർട്ട് സെൻട്രൽ പോയിൻ്റ്. അപ്പോൾ ഞാൻ ഇത് രാത്രി ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ പച്ച ലൈറ്റ് കത്തുന്നത്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. അപ്പോൾ തന്നെ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത്, പക്ഷെ അത് എൻ്റെ കയ്യിലിപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ ഞാൻ അവിടെ സൈഡിൽ കൊടുക്കാം. അപ്പോൾ അതെ ഒരു സ്റ്റിലറ്റോ ആണ്. കുറേ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ആക്ച്വലി ഇത്. കാരണം ഈ ഒരു 2 ഷെയ്ഡ്സ് ആയതുകൊണ്ട് അധികം ഡ്രസ്സിലോട്ടും അങ്ങ് സെറ്റ് ആവാത്തതുകൊണ്ട് തന്നെ ഞാനിത് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഇതെനിക്ക് തോന്നുന്നത് ഏതോ ഒരു ഈദ് ടൈമിൽ ഞാൻ മേടിച്ചാണ്, ഏതോ ഒരു ഈദ് ഔട്ട്ഫിറ്റിൽ ഞാനിത് പെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വൺ ഞാൻ മാക്സിൽ നിന്ന് മേടിച്ച ഒരു കിറ്റൺ ഹീൽസ് ആണ്. ഇത് ആക്ച്വലി നല്ല രീതിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതിൻ്റെ കോലം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് ശരിക്ക് കളയാനായി തുടങ്ങിയിട്ടുണ്ട്. ബിക്കോസ് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ലെതറൊക്കെ ഇങ്ങനെ കുറച്ച് പോരുന്നുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി കളയണം. പക്ഷേ ഈ ഒരു കളർ എനിക്ക് വേറെ കിട്ടിയിട്ടില്ല. ഇതൊരു ക്രീം ഷെയ്ഡാണെന്ന് ചോദിച്ചാൽ ക്രീമിലൊരു പിങ്ക് മിക്സ് ആയിട്ടുള്ള കളർ. അപ്പോൾ ആ ഒരു ഷെയ്ഡ് കിട്ടാൻ കുറച്ച് കഷ്ടപ്പാടാണ്. ക്രീം ഷെയ്ഡ് എൻ്റെ കയ്യിൽ ഒത്തിരി ഉണ്ട്, പക്ഷേ ഈ ഒരു ഷെയ്ഡ് ഒരു പിങ്കും കൂടെ ഇതിൽ കാണുമ്പോൾ ശരിക്കും പക്ക ക്രീമായിട്ടാണ് കാണുന്നത്. ബട്ട് ആക്ച്വലി ഇതിലൊരു പിങ്കും കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ ആ ഒരു സൈസിൻ്റെ പ്രശ്നം പറഞ്ഞാൽ നേവി ബ്ലൂ ഹീൽസ് ഇല്ലേ, അതിൻ്റെ കൂടെ തന്നെ മേടിച്ചാണ്, മാക്സിൽ നിന്ന് മേടിച്ചാണ്. ഇതിനകത്തൊക്കെ നല്ല ചളിയും എല്ലാം ആയിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ ഈ ഒരു കളർ എനിക്ക് വേറെ കിട്ടാത്തതുകൊണ്ട് ഞാനിങ്ങനെ വെച്ചേക്കുവാണ്. നെക്സ്റ്റ് ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന, നോട്ട് അത്ര ഭയങ്കര ഡാർക്ക് ബ്രൗൺ അല്ല, വി ക്യാൻ സേ ഒരു ക്രീം പ്ലസ് ഒരു ബ്രൗൺ രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ക്യാമൽ ഷെയ്ഡാണ് കറക്റ്റ് ഇതിന് പറയുക. അപ്പോൾ ഇതിങ്ങനെ ഒരു ഇവിടെ ഇങ്ങനെ ടൈ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഒരു എക്സ് ആയിട്ട് ആയിരിക്കും കാലിൽ കിടക്കുക. ഇത് ശരിക്കും ഇട്ട് കഴിഞ്ഞാൽ നല്ല അൺകംഫർട്ടബിളാണ്. ബിക്കോസ് ഇത് ഇത്രയും കേവ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കാലിങ്ങനെ വളഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാവലുണ്ട്. അപ്പോൾ കുറച്ച് ടൈം ഇത് നിൽക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ നടക്കാനുണ്ടെങ്കിൽ കഴിയൂല, ഒത്തിരി നടക്കാനുണ്ടെങ്കിൽ ഇത് കഴിയൂല, മാനേജ് ചെയ്യാൻ കഴിയൂല. നല്ല വേദന എടുക്കും, ലെഗ് നല്ല രീതിക്ക് അടിഭാഗത്ത് ഇങ്ങനെ വേദനിക്കും. പക്ഷേ ഫോട്ടോ എടുക്കാനൊക്കെ പെയർ ചെയ്യാനൊക്കെ അടിപൊളിയാണ്. ബിക്കോസ് ഈ ഒരു ഷെയ്ഡ് എൻ്റെ ഇടയിൽ വേറെ ഇല്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഷെയ്ഡ് ആവശ്യം വരുമ്പോൾ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അല്ലെങ്കിൽ ഫ്ലാറ്റ്സിൽ ഏതെങ്കിലും ഉണ്ടോ നോക്കും, എന്നിട്ട് അത് ചിലപ്പോൾ അത് ഇടും. ഇനി നെക്സ്റ്റ് വൺ ഒരു ക്രീം ഷെയ്ഡ്, ഒരു ബേജ് ഷെയ്ഡിൽ വരുന്ന ഒരു ഹീൽസ്. ആൻഡ് ഇതൊരു ബ്ലോക്ക് ഹീൽ എന്ന് പറയാം. ഒരു ഐ ഡോണ്ട് നോ ഈ ഒരു ടൈപ്പ് ഹീലിന് എന്താ പറയുക, ബ്ലോക്ക് ഹീൽ തന്നെയാണെന്ന് തോന്നുന്നത്. ഇവിടെ പക്ഷേ ഒരു സ്ലാൻഡൊക്കെ വരുന്നുണ്ട്. എനിവേ ഇതാണ്. ഇതിപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഏതൊരു ലാസ്റ്റ് ഇട്ട ഒരു ഔട്ട്ഫിറ്റിലോട്ട് പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദിസ് ഈസ് ഓൾസോ ഫ്രം സ്ട്രീറ്റ് സ്റ്റൈൽ സ്റ്റോൾക്ക്. ഇതും നിങ്ങൾക്ക് നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കും. ഈ വെബ്സൈറ്റ് കഴിയുന്നതും ചെക്ക് ചെയ്ത് നോക്കൂ. ഇതുവരെ ഞാൻ മേടിച്ചതൊക്കെ കുഴപ്പമില്ലാത്ത പ്രോഡക്റ്റ്സാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഹീൽസും അതുപോലെ ഫ്ലാറ്റ്സൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ 3 ഫ്ലാറ്റ്സിന് 999 ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്ക്, ചിലപ്പോൾ നല്ലത് കിട്ടും. ഓഫറിലൊക്കെ ഒത്തിരി വരാറുണ്ട്. ഹീൽസിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. അതിൽ ഉള്ള ഹീൽസിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഫങ്കി ടൈപ്പായിട്ടുള്ള, നമ്മുടെ നാട്ടിൽ അത്ര തന്നെ ഷോപ്പുകളിലൊന്നും കിട്ടാത്ത ടൈപ്പ് അതിൽ നിന്ന് കിട്ടും. പിന്നെ ഞാൻ മിന്ത്രയിൽ നിന്നും വാങ്ങിക്കാറുണ്ട് നാട്ടിൽ നിന്ന്. മിന്ത്രയിൽ നിന്ന് ഏതൊക്കെയോ മേടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഇപ്പം അതില്ലാന്ന് തോന്നുന്നു, അത് ഒഴിവാക്കിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് നാട്ടിലാണോ എന്ന് അറിയില്ല. എനിവേ മിന്ത്രയിൽ നിന്ന് ഇപ്പം മേടിച്ചെൻ്റെ കയ്യിലില്ല, പക്ഷെ മിന്ത്രയിൽ നിന്നും ഞാൻ വാങ്ങിക്കാറുണ്ട്. പിന്നെ അടുത്തത് കാണിക്കാം. അടുത്തത് ഒരു വെറൈറ്റി കളറിൽ വരുന്ന ഒരു ഹീൽസാണ്. ഒരു യു ക്യാൻ സേ ഒരു ബ്ലോക്ക് ഹീൽ. ഇതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ കളറാണ്. ഞാൻ കളർ കണ്ടിട്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്. ഇത് ഞാൻ സ്ട്രീറ്റ് സ്റ്റൈൽ സ്റ്റോക്കിൽ നിന്ന് മേടിച്ചാണ്.
ആൻഡ് ഇതിൻ്റെ കളർ ഇഷ്ടപ്പെട്ടത് കൊണ്ട് മേടിച്ചവരുണ്ടാവും. സിമ്പിൾ ഭയങ്കര സിമ്പിളായിട്ടുള്ള പാറ്റേൺ ആണ്. പ്രത്യേകിച്ച് ഇതിൽ എടുത്ത് പറയാമെന്നില്ല, അതിൻ്റെ കളർ മാത്രമാണ് സ്പെഷ്യൽ. ആൻഡ് നെക്സ്റ്റ് വൺ, ഓക്കെ, എൻ്റെ ഒരു ഫേവറേറ്റ് തന്നെ കാണിക്കുന്നത്. എനിക്ക് കുറച്ചിങ്ങനെ സ്റ്റോൺസ് ഇതൊക്കെ വരുന്ന ഹീൽസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു ഹീൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പോസ്റ്റ് ചെയ്ത ടൈമിൽ. ഇത് ശരിക്കും ചിക്ക് പോയിൻ്റിൽ നിന്ന് മേടിച്ചതാണ്. അത് ഇങ്ങനെ ഒരു ബോ വരുന്നുണ്ട് ആൻഡ് ഒരു ആംഗിൾ സ്ട്രാപ്പാണ്. ഇതിങ്ങനെ 2-3 ചുറ്റാൻ ഉണ്ടാവും. ബിക്കോസ് ഒന്നിൻ്റെ തന്നെ ലെങ്ത്ത് കണ്ടില്ല, ഇത്ര ലെങ്ത്ത് വരുന്നുണ്ട്. അപ്പോൾ 2-3 തവണ നമ്മൾ കാലിൽ ചുറ്റിയിട്ട് ഇത് ഇങ്ങനെ ഇവിടെ ടക്ക് ചെയ്ത് വെക്കുക ചെയ്യാം. സോ ഓവറാൾ അടിപൊളിയായിട്ടുള്ളൊരിത്. ഇത് ഞാൻ വാങ്ങിച്ചത് ചിക്ക് പോയിൻ്റിൽ നിന്നാണ്. ചിക്ക് പോയിൻ്റിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യാൻ മറക്കണ്ട, നിങ്ങൾക്ക് അഡീഷണൽ ഡിസ്കൗണ്ട് കിട്ടും ഗൈസ്. ഹർ 10 യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 13% ഓഫ് കിട്ടും. അപ്പോൾ ഇനി അടുത്തത് കാണിക്കാം. അടുത്തതും ഒരു ചിക്ക് പോയിൻ്റിൽ നിന്ന് തന്നെ മേടിച്ച ഒരു ഹീലാണ്. ഒരു ഡസ്റ്റി പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഹീൽസ്. നല്ലയില്ലേ? ഇതും ഇങ്ങനെ ഇതിവിടെ ഇങ്ങനെ ടൈ ചെയ്യുക. അപ്പോൾ ഒരു ക്രോസ് ആയിട്ട് നമ്മളെ കാലിലിങ്ങനെ കിടക്കും കാലിൽ. ശരിക്കും ഇതൊക്കെ ഇട്ട് കാണിക്കുമ്പോഴേ ഭംഗി ഉണ്ടാവുള്ളൂ. ഇങ്ങനെ കാണിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് വരിക എന്നൊന്നും നമുക്ക് കറക്റ്റ് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ഒരു ഡസ്റ്റി പിങ്കിലുള്ള ഹീൽസ്, ഇതും ഞാൻ ചിക്ക് പോയിൻ്റിൽ നിന്ന് മേടിച്ചാണ്. ഇനി നെക്സ്റ്റ് വൺ, ഇതും ഞാൻ ചിക്ക് പോയിൻ്റിൽ നിന്ന് മേടിച്ചതാണ്. ഇത് ലാസ്റ്റ് എൻ്റെ റീസെൻറ്റ് റീൽസിലും അതുപോലെ യൂട്യൂബിൽ ഞാൻ ഇട്ട വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു എന്താ പറയുക, ഇവിടെ ഒരു ചെറിയ ഓപ്പണിംഗ് ഉണ്ട് ആൻഡ് ഇവിടെ ഒരു ബോ ഉണ്ട്. ഫുൾ ഇങ്ങനെ സ്റ്റോൺസ് ഇങ്ങനെ വരുന്ന ഒരു ഷൂ. ഓൾസോ ഒരു റോസ് ഗോൾഡ് ഷെയ്ഡാണ് വരുന്നത്. ഒരു സ്റ്റിലറ്റോ തന്നെയാണ്. ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഇതിട്ടാൽ അത്ര അൺകംഫർട്ടബിൾ ആകുന്ന, അത്ര വേദന എടുപ്പിക്കുന്ന പ്രശ്നമില്ല. കുറച്ചൊക്കെ നമുക്ക് നടക്കാൻ പറ്റും, കൂടുതൽ നടക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇതിട്ടിട്ട് ഒരു പാർക്കിൽ ഒന്നാകെ നടക്കാൻ പോകണമെന്ന് പറഞ്ഞാലൊന്നും പോസിബിൾ അല്ല. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അങ്ങനത്തെ ഒക്കേഷൻസിനൊക്കെ ഇടുക കഴിയുന്നതും. ഇപ്പോൾ ഫോട്ടോഷൂട്ട്സിന്, പിന്നെ അതുപോലെ ചെറിയ വെഡ്ഡിങ് പ്രോഗ്രാംസ്, കുറച്ച് മാത്രം നടക്കുക, ബാക്കിയൊക്കെ ഇരിക്കുന്നൊക്കെ പ്രോഗ്രാംസ് വരുമ്പോഴൊക്കെ ഇങ്ങനത്തെ യൂസ് ചെയ്യുക. അല്ലാണ്ട് ഇങ്ങനത്തെ ഇട്ട് കഴിഞ്ഞാൽ കഴിയില്ല. പിന്നെ ഒരു കഥയുണ്ട്. ഞാൻ ഹീൽസ് ഇട്ടിട്ട് ഒരു തവണ വീണൊരു കഥയുണ്ട്. ഒരു പ്രോഗ്രാമിന് പോയിട്ട്, ഒരു വെഡ്ഡിങ്ങിന് പോയിട്ട്, ഞാൻ അച്ചു പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പാരൻസിൻ്റെ കൂടെ പോയത്. എൻ്റെ അച്ചു എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ട് പിന്നെ ഞാൻ അച്ചുവിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് അച്ചുവിനെ വിളിച്ചതാണ്. അങ്ങനെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ കൂടെ കാറിലോട്ട് ഇങ്ങനെ നടന്നിട്ട് പോവാം. അപ്പോൾ നമ്മുടെ നാട്ടിലിങ്ങനെ ഈ ചരൽ ടൈപ്പ് കല്ലുകളില്ലേ, കുഞ്ഞു ഇങ്ങനെ പെബിൾസ് പോലത്തെ. അപ്പോൾ ഇങ്ങനത്തെ ഹൈ ഹീൽസൊക്കെ അതിലിട്ട് നടക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടാണ്. അപ്പം ഞാനിങ്ങനെ വീഴാൻ പോയി. ജസ്റ്റ് ഇങ്ങനെ പോയി, പക്ഷേ ഒന്നാകെ മുഖടിച്ച് വീണൊന്നുമില്ല. പോയപ്പോഴേക്കും അവിടെ ഒരു വാച്ച്മാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വാച്ച്മാൻ എന്നെ ഇങ്ങനെ ജസ്റ്റ് പിടിച്ചു. അപ്പോൾ അതുകൊണ്ട് മുഖടിച്ചൊന്നും വീണില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഹീൽസൊക്കെ യൂസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഫ്ലോറിലൊക്കെ അധികം നടക്കാൻ നോക്കുക. ഇങ്ങനെ ആകെ ചരലും അതും ഇതും കല്ലെല്ലാം ഉള്ളതിലൂടെ നടക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഫ്ലോർ ആണെങ്കിൽ നമുക്ക് കൂളായിട്ട് നടക്കാൻ പറ്റും. അപ്പോൾ അതേ അങ്ങനെ. പിന്നെ നെക്സ്റ്റ് ഒരു ബ്ലാക്ക്. ഈ ഒരു ഇതിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇത് കുറേ നാളായിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് അത്യാവശ്യം നല്ല പഴക്കമുള്ള ചെരുപ്പാണ്. പക്ഷേ ഇതിനൊന്നും ഇതുവരെ പറ്റിയിട്ടില്ല. ആൻഡ് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇങ്ക് 5 എന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റ് ഒരു ഷോപ്പുണ്ട്. അവർ ഓൺലൈൻ സ്റ്റോറുണ്ട്. ആ ഒരു ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റായത്. പക്ഷേ പറയാണ്ട് വയ്യ, കുറേ കാലം നിൽക്കും. റേറ്റ് അത്യാവശ്യം വരുന്നുണ്ട്, പക്ഷേ ഒത്തിരി നാളിത് ഇങ്ങനെ നിൽക്കും. അപ്പോൾ നല്ല അടിപൊളി സാധനമാണ്. ഞാൻ ഇത് ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ചെയ്ത്, ഞാൻ കുറേ മുമ്പ് ഞാൻ നിക്കാഹ് കഴിഞ്ഞ ഉടനെയൊക്കെ ഇത് പോസ്റ്റ് ചെയ്ത ടൈമിലൊക്കെ ഇങ്ങനെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു, ഇത് എവിടുന്നാ നല്ല ഉണ്ടല്ലോ എന്നുണ്ട്. അപ്പം ഒത്തിരി പേര് ചോദിച്ചൊരു പീസും കൂടിയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ അതേ ഒരു എലാസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ സൈസിനനുസരിച്ചിട്ട് ഇതാവുന്നൊരിത്. പിന്നെ ഇവിടെ ഒരു ആങ്കിൾ സ്ട്രാപ്പാണ് വരുന്നത്, ബ്ലോക്ക് ഹീൽ. സോ കംഫർട്ടബിൾ അല്ലാത്ത പ്രശ്നവുമില്ല, അത്യാവശ്യം നമുക്ക് ഒത്തിരി നേരം ഇട്ട് നിൽക്കാനൊക്കെ പറ്റും. ആൻഡ് ഇങ്ക് 5 എന്ന് തന്നെ വേറൊരെണ്ണം കൂടി ഞാൻ മേടിച്ചിട്ടുണ്ട്. എൻ്റെ നിക്കാഹിന് ഞാൻ ഇട്ട ഹീൽസ്, അത് ഞാൻ ഇങ്ക് 5 എന്നാണ് മേടിച്ചത്. അത് ഞാൻ കാണിച്ചത്. ദിസ് വൺ,
ഇതാണ് ഗൈസ് ഞാൻ നിക്കാഹിന് യൂസ് ചെയ്ത ഹീൽസ്. ഈ ഒരു ഹീൽസ് ഇതേ ഇവിടെ ഇങ്ങനെ കുറച്ച് ഗ്ലിറ്ററൊക്കെ വരുന്ന, ഇവിടെ ഇതേ ഒരു എലാസ്റ്റിക് സ്ട്രാപ്പ് വരുന്നുണ്ട്. ആൻഡ് അത്യാവശ്യം നല്ല ഹീലുണ്ട്. ഇതിട്ട് ഞാൻ അന്ന് എങ്ങനെയാണ് നിന്നത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. വെഡ്ഡിങ്ങിൻ്റെ ആ ഒരു ലെഹങ്ക എന്ന് പറഞ്ഞാൽ എൻ്റെ അത്രയും വെയിറ്റുള്ള ഫുൾ സ്റ്റോൺ വർക്ക് വരുന്ന ഒരു ലെഹങ്കയായിരുന്നു. അപ്പോൾ അത് അത്രയും വെയിറ്റും താങ്ങിയിട്ട് ഈ ഹീൽസും ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ അമ്മോ. ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ പോലും ഞാനിങ്ങനെ ആലോചിക്കും എങ്ങനെയാണ് ഞാൻ അന്ന് അത്രയും നേരം അന്ന് നിന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ നടക്കാനില്ലായിട്ടാണ്, നടക്കാനും കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ കഴിഞ്ഞ്. ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കല്ലേ, അതുകൊണ്ട് അത്ര തന്നെ ഇഷ്യൂസ് വന്നില്ല. നടക്കാനും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഹീൽസും ആ ഒരു ലെഹങ്കയുടെ വെയിറ്റൊന്നും ഇട്ടിട്ട് കഴിയൂല. സോ ഇതും ഇങ്ക് 5 എന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ കാലിക്കറ്റ് ആ ഒരു സ്റ്റോർ അന്ന് ഉണ്ടായിരുന്നു, ഇപ്പോൾ അതുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ തൊട്ടടുത്ത് മെട്രോ ഇല്ലേ, മെട്രോന്നും ഞാൻ എന്തൊക്കെയോ ഹീൽസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കളഞ്ഞു കേട്ടോ, അതൊക്കെ കേടായി. പക്ഷെ ഇത് ഇപ്പോഴും സ്റ്റിൽ അതുപോലെ ഉണ്ട്. അപ്പോൾ ഇത് ഒരു മെമ്മറീസും കൂടെ ഉള്ള ഹീൽസ് ആയതുകൊണ്ട് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് കാണാം. അപ്പോൾ അടുത്തത് എൻ്റെ ഒരു ഫേവറേറ്റ് തന്നെയാണ്. ബ്ലാക്കിന് അധികം എല്ലാം എൻ്റെ ഫേവറേറ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഞാൻ അത്യാവശ്യം നല്ല യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ കുറേ പോസ്റ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു വെൽവെറ്റി ടൈപ്പ് ബ്ലാക്കിൽ ഇവിടെ ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന ഒരു നോർമൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഹീൽസാണ്. ഭയങ്കര ഹെവി ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല. പ്ലസ് ഹീൽസ് ആണെങ്കിലും അത്ര തന്നെ ഹീലൊന്നുമില്ല, ഹൈ ഹീൽസൊന്നുമല്ല. ഞാനത് വാങ്ങിച്ചത് ഷീനെന്നാണ്. ഇപ്പോൾ വാങ്ങിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു 2 years ആവുന്നുണ്ടാവും. 2 years ആയിട്ടുണ്ടാവും. 2 or 1 year ആയിട്ടുണ്ടാവുമല്ലോ. 1 year plus ഐ ക്യാൻ സേ. അപ്പോൾ ഇങ്ങനെ ഓക്കെ. ആൻഡ് അടുത്തത് എൻ്റെ അടുത്തുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഹീലായിട്ടുള്ള ഒരു സാധനം, ഏറ്റവും വലിയ ഹീൽസ് എൻ്റെ കയ്യിലുള്ളതിൽ വെച്ചിട്ട് ദിസ് ഈസ് എ പ്ലാറ്റ്ഫോം ഹീൽസ്. ഇതിനെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത് ഇട്ടിട്ട് കുറച്ചടി പോലും നമുക്ക് നടക്കാൻ കഴിയില്ല. വളരെ കുറച്ച് മാത്രം നമുക്ക് നടക്കാൻ കഴിയുള്ളൂ, അത്രയും ഹൈറ്റ് ഉണ്ട്. ഈവൻ ഇപ്പോൾ നോക്കിയാൽ ഇത് ഓൾറെഡി ഇവിടെ ഇത്രയും ഹൈറ്റ് ഉണ്ട്. പിന്നെ അതെ ഹീൽസ്. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും നമ്മളൊരു 6 inches പ്ലസ് നമ്മൾ നീളം വെക്കും. അപ്പോൾ ഈ ഹീൽസൊക്കെ വാങ്ങിക്കാൻ വേറൊരു കാര്യം കൊണ്ട് വേണ്ടിയിട്ട്, ഞാൻ പൊതുവേ ഹൈറ്റ് കുറവാണ്. ഞാൻ 5 feet 1 inch ഒക്കെയാണ് ഞാൻ ഹൈറ്റ് വരുന്നത്. അപ്പോൾ എനിക്ക് ഹീൽസ് ഇട്ട് കഴിഞ്ഞാലാണ് എനിക്ക് ആ ഒരു എന്താ പറയുക, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹൈറ്റിലോട്ട് ഞാൻ എത്തുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലോണം ഹീൽസ് മേടിക്കും. അങ്ങനെയാണ് ശരിക്കും എൻ്റെ അടുത്ത് ഇങ്ങനെ ഹീൽസ് കുറേ വന്നത്. അപ്പോൾ ഇത് ഞാൻ ഈ ഭയങ്കര ലെങ്തി ആയിട്ടുള്ള എന്തിനെങ്കിലുമൊക്കെ ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്ന ഹീൽസാണ്. ഇത് പുറത്തേക്ക് ഞാൻ അല്ലാതെ പോകുമ്പോൾ ഒന്നും ഇട്ടിട്ടേ ഇല്ല, ഷൂട്ട്സിന് മാത്രം. ഇപ്പോൾ എന്താ പറയുക, ഇത് കാണാത്ത ടൈപ്പിലുള്ള അത്രയും ലെങ്ത്ത് വരുന്ന ലെഹങ്ക, അതുപോലെ ഭയങ്കര ലെങ്ത്തുള്ള മാക്സി ഡ്രസ്സസൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ കൂടെയൊക്കെ ഞാനിത് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് അത്യാവശ്യം വെയിറ്റും ഉണ്ട് കേട്ടോ, കുറച്ച് നല്ല കഷ്ടപ്പാടാണ് മാനേജ് ചെയ്യാൻ. അപ്പോൾ ഇത് ഇത്രയും ഹീൽ, ഇതൊരു 6 inch നമ്മൾ വലിപ്പം വെക്കും. അടുത്തത് ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഹീൽസാണ്, ഒരു ബ്ലോക്ക് ഹീൽസാണ്. ദിസ് ഈസ് ഓൾസോ ഫ്രം സ്ട്രീറ്റ് സ്റ്റൈൽ സ്റ്റോക്ക്. ഇതാ അവിടെ കണ്ടില്ലേ, ആങ്കിൾ സ്ട്രാപ്പ് വരുന്നുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസിൽ വരുന്ന ഒരു സ്ട്രാപ്പ്, എന്താ ഒരു ലൈറ്റ് സ്കൈ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. അത്യാവശ്യം നല്ല യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചളിയും പൊടിയൊക്കെ കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഹീൽസ് അതുപോലെ ബൂട്ട്സൊക്കെ ത്രിഫ്റ്റ് ചെയ്യുന്നുണ്ടോ. ആക്ച്വലി എനിക്കൊരു ത്രിഫ്റ്റ് പേജ് ഉണ്ട്, റീടാഗ് ബൈ ഹർഷ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ അതിലിപ്പോൾ സെയിൽ ചെയ്യുന്നത് സെൽവാറൊക്കെയാണ്. ഇങ്ങനെ ഹീൽസും ചെരുപ്പ് ഐറ്റംസൊന്നും നമ്മളതിൽ ഇതുവരെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഒരു തവണ യൂസ് ചെയ്താൽ പോലും ചെരുപ്പിൽ ഭയങ്കര പൊടിയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു വൃത്തി കിട്ടൂല. ഒരു പുതിയതുപോലെ ഒരിക്കലും ഒരു യൂസ് ചെയ്ത ചെരുപ്പ് നമുക്ക് തോന്നൂല. അപ്പോൾ കൊടുക്കുന്ന സാധനം നല്ല സാധനം, ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതും ആളുകൾക്ക് വാങ്ങിച്ചിട്ട് സാറ്റിസ്ഫൈഡ് ആവുന്ന പ്രോഡക്റ്റ്സ് എനിക്ക് കൊടുക്കണമെന്നുണ്ട്. സോ അത് വിചാരിച്ചിട്ട് ത്രിഫ്റ്റ് പേജിൽ ഞാൻ ഇതുവരെ ഹീൽസ് കാര്യങ്ങൾ ഇങ്ങനെ യൂസ് ചെയ്ത സാധനങ്ങൾ ചെരുപ്പുകൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല.
ആൻഡ് അതിൽ കൊടുക്കുന്നത് സെൽവാർ ഐറ്റംസ്, പിന്നെ കുറച്ച് വെസ്റ്റേൺ ഡ്രസ്സസ്, അങ്ങനെ ചിലതൊക്കെ ഒറ്റ തവണ മാത്രം ഷൂട്ടിന്, അധികവും അങ്ങനെയാണ് കേട്ടോ, ഒറ്റ തവണ ഷൂട്ടിന് മാത്രം ഒരു 2 മണിക്കൂറൊക്കെ ഇട്ട സെൽവാർ സ്യൂട്ടുകളൊക്കെയാണ് അതിൽ കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഞാൻ യൂസ് ചെയ്ത മോഡസ്റ്റ് ആയിട്ടുള്ള വെസ്റ്റേൺ വിയേഴ്സ്, അതുപോലെ ഡെനിം, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും അതിൽ സെയിൽ ചെയ്യുന്നുണ്ട്. അതും ചിലതൊക്കെ അങ്ങനെ യൂസ് ചെയ്തിട്ടേ ഉണ്ടാവില്ല, കുറച്ച് ഒരു തവണ മാത്രമൊക്കെ യൂസ് ചെയ്ത് കുറേ പ്രോഡക്റ്റ്സ് കൊടുക്കുന്നുണ്ട്. ചിലത് മൾട്ടിപ്പിൾ യൂസ് ഉണ്ട്, അത് അതിൽ കറക്റ്റ് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആരെങ്കിലും അതിൽ നിന്ന് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഇൻസ്റ്റഗ്രാം ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേജ് ഫോളോ ചെയ്ത് വെക്കണമെങ്കിൽ വെക്കാം. ആൻഡ് ഇപ്പോൾ പുതിയ കളക്ഷൻസ് ഒന്നും അതിൽ അപ്ഡേറ്റ് ചെയ്യാറില്ല, ബിക്കോസ് നാട്ടിലുള്ള പ്രോഡക്റ്റൊക്കെ ഇപ്പോൾ ഏകദേശം തീർന്നു. ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നാട്ടിലോട്ട് ഷിപ്പ് ചെയ്തിട്ട് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിൽ പുതിയ അപ്ഡേഷൻസ് ഒന്നും വരാറില്ല. വിത്തിൻ ഒരു 2 monthsൻ്റെ ഉള്ളിൽ ഇൻഷാല്ലാ നമ്മൾ പുതിയ കളക്ഷൻസ് എൻ്റെ ഇവിടുത്തെയൊക്കെ ഞാൻ നാട്ടിലോട്ട് കൊടുത്തു വിടും. അപ്പോൾ അതൊക്കെ സെയിൽ ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വരുന്ന ഒരു ഷിപ്പിംഗ് കോസ്റ്റ്, ഇവിടുന്ന് അത്യാവശ്യം നല്ല ഷിപ്പിംഗ് കോസ്റ്റ് വരുന്നുണ്ട്. ആൻഡ് ഓരോരോ പ്രോഡക്റ്റ് അയക്കുമെന്ന് ചോദിക്കുന്നുണ്ട് ഓരോരുത്തർ, ബിക്കോസ് ചിലർക്ക് അത് തരുമോ, അത് ത്രിഫ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ട് ഓരോന്ന് അയച്ചു തരുമെന്ന്. പക്ഷേ അതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് ഒന്ന് ഷിപ്പ് ചെയ്യുമ്പോൾ നല്ല റേറ്റ് വരും. അപ്പോൾ ആ ഒരു ഡ്രസ്സിന് നിങ്ങൾ അത്രയും പൈസ മുടക്കേണ്ടി വരും. അപ്പോൾ മാക്സിമം കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ബൾക്കായിട്ട് ഇത് ഷിപ്പ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് സിംഗിളായിട്ട് എനിക്ക് പാർസൽ അയക്കാൻ ഓക്കെ ആവില്ല. ആൻഡ് അത്ര ഹെവി പ്രൈസ്ഡ് ആയിട്ടൊന്നും ഞാൻ അതിൽ ഇടുന്നില്ല, കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള, ബിക്കോസ് ഇത് യൂസ്ഡും ആണ്, പ്ലസ് നമ്മൾ ഷിപ്പിങ്ങിൻ്റെ ആ ഒരു ഇത് കവർ ചെയ്യുക എന്നുള്ള രീതിക്കുള്ളൊരു പേയ്മെൻറ്റാണ് അതിൽ ഇടുന്നത്. അപ്പോൾ എന്തായാലും ആവശ്യമുള്ളവർ ത്രിഫ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് യൂസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. അതിൽ സ്റ്റാഫ് കറക്റ്റ് റിപ്ലൈ ചെയ്യും. പിന്നെ അതെ നെക്സ്റ്റ് നമ്മൾ കാര്യത്തിലോട്ട് വരാം. ഇതിപ്പോൾ വേറെ ടോപ്പിക്കിലോട്ട് പോകുന്നു ഗൈസ്. ഇപ്പോൾ അതെ നെക്സ്റ്റ് വൺ ഈസ് ഒരു പൈനാപ്പിൾ ഹീൽസ്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്ട്രോബെറി ഹീൽസും കൂടെ അതിലുണ്ടായിരുന്നു. ഇത് ഞാൻ സ്ട്രീറ്റ് സ്റ്റൈൽ സ്റ്റോക്കിൽ നിന്ന് മേടിക്കുകയാണ്, നാട്ടിലത്തെ ഒരു വെബ്സൈറ്റിൽ നിന്ന്. അപ്പോൾ ഇതിൻ്റെ സ്ട്രോബെറി കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി അതായിരുന്നു ഞാൻ മേടിക്കാൻ പ്ലാൻ ഉണ്ടായത്, പക്ഷെ അത് സ്റ്റോക്ക് ഔട്ടായി, അതന്ന് അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ ഞാനന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന റഷിലാണ് ഇത് മേടിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് കിട്ടും വേണം, അപ്പോൾ അത് മറ്റത് വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ വയ്യ. അപ്പോൾ പൈനാപ്പിൾ കണ്ടപ്പോൾ ഓക്കെ, പൈനാപ്പിൾ ഒരു വെക്കേഷൻ മൂഡ് വരുന്ന ഒരു ഹീൽസാണ് ഇത്. ഞാൻ ഒറ്റ തവണ മാത്രം ഇട്ടേ, നമ്മൾ സെൽവാറിൻ്റെ കൂടെ ഒന്നും ഇതൊരിക്കലും സെറ്റായി പോവില്ല. ഇത് ഒരു വെക്കേഷൻ അങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റിലോട്ടേ ഇത് സെറ്റ് ആവുള്ളൂ. ആൻഡ് അങ്ങനത്തോട്ടേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനെ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ അപാര ലുക്കായിരിക്കും. അപ്പോൾ അതെ ഒരു പൈനാപ്പിൾ ഷെയ്ഡ് വരുന്ന ഇതിങ്ങനെ ഒരു 2-3 തവണ നമുക്ക് കാലിലിങ്ങനെ ചുറ്റിയിട്ട് ടൈ ചെയ്യാനാണ് ഈ ഒരു സാധനം. ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ അങ്ങനെ. പക്ഷെ ഞാൻ ഇതുവരെ ഇത് ഒരു വെസ്റ്റേൺ ഔട്ട്ഫിറ്റിൽ ഇങ്ങനെ വെക്കേഷൻ ഒരു ഇതിലോട്ട് ഇത് സ്റ്റൈൽ ചെയ്തിട്ടില്ല. സോ സ്റ്റൈൽ ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത് കാണിക്കാം. അടുത്തത് ഒരു ബേജ് ഷെയ്ഡിൽ വരുന്ന ഒരു ഹീൽസ്. ആൻഡ് ഐ ബോട്ട് ദിസ് ഫ്രം H&M എന്ന് മേടിച്ചാണ്. പക്ഷെ ഇത് കുറേ നാളായി, ഇപ്പോഴും ഒരു പ്രശ്നമില്ല. ഒരു 2 years ആയിട്ടുണ്ടാവും ഈ ഒരു ഹീൽസിന്. പക്ഷേ ഓവറോൾ നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇതുവരെ ഒരു പ്രശ്നങ്ങളുമില്ല. അപ്പോൾ ഇത് ശരിക്ക് ഏതൊരു ഔട്ട്ഫിറ്റിലോട്ടും നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. കാരണം ഈ ഒരു കളർ ആയതുകൊണ്ട്, ഒരു ബേജ് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഏതൊരു കളറിലോട്ടാണെങ്കിലും നമുക്കത് ഓക്കെ ആയിരിക്കും, അത്ര എടുത്ത് കാണിക്കുന്ന പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ നമ്മൾ ഒരു റെഡ് കളറിൻ്റെ കൂടെ നമ്മളൊരു ഇപ്പോൾ ഫ്ലൂറസെൻറ്റ് ഗ്രീൻ അല്ലെങ്കിൽ ഒരു ഡസ്റ്റി പിങ്കൊക്കെ ഇട്ട് അത് എക്സ്ട്രാ എടുത്ത് കാണിക്കില്ല. ഇത് ഈ ഒരു ഷെയ്ഡ് കൊടുക്കുമ്പോൾ അതിങ്ങനെ എക്സ്ട്രാ അത് ഭയങ്കര നോട്ടീസബിൾ ആവില്ല. സോ ശരിക്കും ഇതൊരു എല്ലാത്തിനെയും കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഹീൽസാണ്. നമ്മൾ ഹിജാബ്സൊക്കെ അധികവും ഇപ്പോൾ നമ്മളെ കയ്യിൽ ആ ഒരു ഡ്രസ്സിൻ്റെ കളർ ഇല്ലെങ്കിൽ ഈ ഒരു ഷെയ്ഡ് അല്ലെങ്കിൽ വൈറ്റ് ബ്ലാക്ക് ഇതൊക്കെ അല്ലേ പെയർ ചെയ്യുക, അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് ഒരു സ്പൂൾ ഹീൽസാണ്. ഇവിടെ ഇങ്ങനെ വൈഡായിട്ട് വരുന്ന, ആൻഡ് ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ഹീലാട്ടോ, എല്ലാത്തിലോട്ടും പറ്റുന്ന ഒരു ഹീലാണ്. ഈ ഒരു സിൽവർ ഷെയ്ഡ് വരുന്നതുകൊണ്ട് തന്നെ എല്ലാത്തിലോട്ടും പറ്റും. ഇവിടെ സ്റ്റോൺസ് വരുന്നുണ്ട്, ഇവിടെ സ്റ്റോൺസ് വരുന്നുണ്ട്. ആൻഡ് എൻ്റെ ഫേവറേറ്റ് ആണ് ഇത് ആക്ച്വലി. പിന്നെ
ഈ ഒരു ടൈപ്പ് സ്പൂൾ ഹീൽസ് ആയതുകൊണ്ട് തന്നെ, സ്പൂൾ ഹീൽസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ അടിയിലോട്ട് വൈഡ് വരുന്നത്, അപ്പോൾ ഇതായതുകൊണ്ട് തന്നെ നമുക്ക് അത്ര അൺകംഫർട്ടബിൾ ആവില്ല. കുറേ നമുക്കിതിട്ട് നടന്നാലും അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരില്ല. ആൻഡ് വേറെ എവിടെയും വേദന എടുക്കാനോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ ഒരു സാധനം കുറച്ച് അധികം യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു വേദന എടുക്കും. ഇത് ഞാൻ ആ റെഡിൽ നിങ്ങളടുത്ത് പറഞ്ഞില്ല, അതുപോലത്തെ ഒരു സാധനമാണ് ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള. ഇതിങ്ങനെ ചിലപ്പോൾ കാലിൽ തട്ടുമ്പോൾ ചെറിയൊരു പെയിൻ എടുക്കും. അത് കുറേ കഴിഞ്ഞല്ല കേട്ടോ. ഇത് ഞാൻ ഈദിന് ഞാൻ ലാസ്റ്റ് ചെറിയ പെരുന്നാൾക്കാണെന്ന് തോന്നുന്നു അതിന് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ഇതിൽ അന്ന് ഞാൻ ഇവിടെ ദിരിയ എന്ന് പറഞ്ഞിട്ടൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഉണ്ട്, അവിടെ പോയിട്ട് കുറേ നടക്കാണ്ട്. എനിക്ക് അറിയില്ല ഇന്ന് അത്ര നടക്കാണ്ടെന്ന്. ഞാനാണെങ്കിൽ വേറെ കയ്യിൽ ഒരു സാധനവും വെച്ചില്ല. ഇതിട്ട് നടന്ന് എൻ്റെ കാലിൽ അവിടെ ഇങ്ങനെ ചെറുതായിട്ട് മുറിവ് വന്നു, ഇതിങ്ങനെ തട്ടിയിട്ട്. അപ്പോൾ കുറേ നടന്നാലാ പ്രശ്നം, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ബട്ട് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സ്റ്റോൺസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ നൈറ്റ് ഇട്ട് പോകുമ്പോൾ വേറെ ഭംഗിയാട്ടോ. ലൈറ്റ്സിൻ്റെ ഒക്കെ ഒരു ഇതിൽ നമ്മുടെ കാലിൽ ഇതിങ്ങനെ കിടക്കുമ്പോൾ അടിപൊളിയാണ്. ആൻഡ് എല്ലാത്തിൻ്റെ കൂടെയും പറ്റുന്ന ഒരു ഷെയ്ഡും കൂടിയാണ്, സിൽവർ ഷെയ്ഡ് ആയതുകൊണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് വൺ ഡേ ഒരു തൂവലെല്ലാം ഉള്ള ഒരു ചെരുപ്പാണ്. തൂവലൊക്കെ വരുന്ന ഒരു ബ്ലോക്ക് ഹീൽ തന്നെയാണ്, ട്രാൻസ്പെറൻറ്റ് ഹീൽസ് ആണ് വരുന്നത്. ഒരു മിൻറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരെണ്ണം. ആൻഡ് ഈ ഒരു ഫെതേഴ്സ് ഉള്ളതുകൊണ്ട് ഇത് വേറെ ഒരു ഭംഗിയാണ്. ആൻഡ് ഇത് ഞാൻ വാങ്ങിച്ചത് ചിക്ക് പോയിൻ്റിൽ നിന്നാണ്. അപ്പോൾ ഇനി അടുത്തത് കാണിക്കാം. വീഡിയോ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത്. ഇപ്പോൾ 45 minutes ഒക്കെ ആയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഇതും നാട്ടിലത്തെ മറ്റേ വെബ്സൈറ്റില്ലേ, എന്തായിരുന്നു പേര്, സ്ട്രീറ്റ് സ്റ്റൈൽ സ്റ്റോക്ക്, അതിൽ നിന്ന് മേടിച്ചാണ്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഈ ഒരു പോർഷനിൽ വരുന്നത്. ഒരു ബ്ലോക്ക് ഹീൽസ് സ്ട്രാപ്പ് വെച്ചിട്ട് ഒരു ബ്ലാക്ക് സ്ട്രാപ്പൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതും. പിന്നെ നെക്സ്റ്റ് വൺ ഒരു വൈറ്റ് ഹീൽസാണ്. ഇതൊരു സ്പൂൾ ഹീൽസാണ്. ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാത്തിലേക്കും നമുക്ക് സെറ്റാക്കാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് ഓൾസോ ഫ്രം സ്ട്രീറ്റ് സ്റ്റൈൽ സ്റ്റോക്ക്. ആൻഡ് ഈ ഒരെണ്ണം ഇത് ഞാൻ ബുറൈദയിൽ മേടിച്ചായിരുന്നു. ബുറൈദയിൽ 23 റിയാൽ ഷോപ്പുണ്ട് അവിടുന്ന് അന്ന് മേടിച്ചായിരുന്നു. ആൻഡ് ആ ഒരു എമൗണ്ടിന് വേർത്താണ്, ബിക്കോസ് ഇത് അത്യാവശ്യം കാലം നിന്നിട്ടുണ്ട്. പ്ലസ് ഈ ഒരു ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഔട്ട്ഫിറ്റിലോട്ടും പെയർ ചെയ്യാനും, പിന്നെ അത്ര തന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഹീൽസ് ഒന്നുമല്ല, കംഫർട്ടബിൾ ആയിട്ടുള്ള ഹീൽസാണ്. സോ ഈ ഒരു ഷെയ്ഡ് എല്ലാത്തിലേക്കും നമുക്ക് സെറ്റാക്കാനും പറ്റുമല്ലോ. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മുടെ റീസെൻ്റ്ലി കാണിച്ചിരുന്ന ട്രെൻഡിയോളിൻ്റെ അൺബോക്സിങ്ങിന് കാണിച്ചിരുന്ന ഹീൽസ്, YSLൻ്റെ ഹീൽസ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് പ്രത്യേകിച്ച് ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടല്ലോ, ലക്ഷങ്ങൾ വരുന്ന നമ്മുടെ ഹീൽസ്. അയ്യോ. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഹീൽസ് കളക്ഷൻ. അപ്പോൾ ഇനി ഫ്ലാറ്റ്സും അതുപോലെ ഷൂസൊക്കെ ഉള്ളൊരു ഇത് നമുക്ക് വേറെ ചെയ്യാം. അപ്പോൾ ഇതെൻ്റെ ഒരു 4 to 5 yearsത്തെ എൻ്റെ ഒരു കളക്ഷൻ ആയിരിക്കും. 5 years ബാക്കത്തൊക്കെ സാധനങ്ങൾ ഇതിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്, 1-2 എണ്ണമൊക്കെ ഉള്ളൂ. ബാക്കിയൊക്കെ റീസെൻ്റ്ലി ഇങ്ങനെ മേടിച്ചതും പിന്നെ അങ്ങനെയൊക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ എന്താണെങ്കിലും hope you guys enjoy this video, so give me a thumbs up and don't forget to subscribe. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.